സംസ്ഥാനത്തെ +1 പ്രവേശന നടപടികൾ തുടങ്ങി. അടുത്ത മാസം 3-ാം തീയതി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ജൂൺ 8-നാണ് ട്രയൽ അലോട്ട്മെന്റ്. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 15-ന് പ്രസിദ്ധീകരിക്കും. അലോട്ട്മെന്റ് നടപടികൾ ജൂലൈ 1-ന് തീരും. വിജയൻ വായാന്തോട് വിശദാംശങ്ങൾ നൽകും. വിജയൻ, പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. +2 പ്രവേശനത്തിന്റെ എങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ? സൈഫുദ്ദീൻ, ഏകജാലക സംവിധാനം വഴിയാണ് +1-നുള്ള പ്രവേശന നടപടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ അതിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകാനുള്ള തീയതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 മണി മുതലാണ് ആരംഭിച്ചത്. എന്തായാലും അടുത്ത മാസം 3-ാം തീയതി വരെ ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ട്രയൽ അലോട്ട്മെന്റ് അത് ജൂൺ 8-നും ഒപ്പം തന്നെ ആദ്യത്തെ അലോട്ട്മെന്റ് ലിസ്റ്റ് അത് 15-നും പ്രസിദ്ധീകരിക്കും. ജൂൺ 15-നും പ്രസിദ്ധീകരിക്കും. അലോട്ട്മെന്റ് നടപടികൾ അവസാനിപ്പിക്കുന്നത് ജൂലൈ 1-നാണ്. ജൂലൈ 2-ന് +1 ക്ലാസുകൾ ആരംഭിക്കാനുള്ള തീരുമാനവും നിലവിൽ കൈക്കൊണ്ടു. ജൂലൈ 13 മുതൽ ഓഗസ്റ്റ് 5 വരെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കും. അതായത് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ അവർക്ക് മറ്റ് സ്കൂളുകളും മറ്റ് വിഷയങ്ങളും ഓപ്റ്റ് ചെയ്യാനുള്ള അലോട്ട്മെന്റാണ് സപ്ലിമെന്ററി അലോട്ടിലൂടെ ലഭിക്കുക. എന്തായാലും ഓഗസ്റ്റ് 5-ന് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കടന്നിട്ടുള്ളത്. നിലവിൽ അധിക ബാച്ചുകളോ അധിക സീറ്റുകളോ അനുവദിക്കേണ്ടി വരില്ല എന്നുള്ള കണക്ക് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ മലപ്പുറം മലബാർ മേഖലകളിൽ ഉൾപ്പെടെ സീറ്റ് ലഭ്യമാകാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായി കൂടുതൽ സീറ്റുകൾ അഡീഷണലായി ചേർക്കുകയും അധിക ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള മറ്റ് നടപടികൾ ഒന്നും വേണ്ടിവരില്ല. ഇത്തവണ വിജയിച്ചവർക്ക് ആനുപാതികമായ സീറ്റുകൾ ഉണ്ട് എന്നാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, വിജയനാണ് വിശദാംശം നൽകിയത്.